1 രാജാക്കന്മാർ 6-ാം അധ്യായം. ദേവാലയ നിർമ്മാണം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് മോചിതരായതിൻ്റെ 480-ാം വർഷം, അതായത് സോളമൻ്റെ 4-ാം ഭരണവർഷം, 2-ാമത്തെ മാസമായ സീവിൽ അവൻ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു. സോളമൻ കർത്താവിനു വേണ്ടി പണിയിച്ച ഭവനത്തിന് 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് 10 മുഴം ഉയരവും ആലയത്തിൻ്റെ വീതിക്കൊപ്പം 20 മുഴം നീളവുമുള്ള ഒരു പൂമുഖം ഉണ്ടായിരുന്നു. ദേവാലയ ഭിത്തിയിൽ പുറത്തേക്ക് വീതി കുറഞ്ഞു വരുന്ന ജനലുകൾ ഉണ്ടായിരുന്നു. ശ്രീകോവിലടക്കം ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള ഭിത്തികളോട് ചേർന്ന് തട്ടുകളായി മുറികൾ നിർമ്മിച്ചു. താഴത്തെ നിലയ്ക്ക് 5 മുഴവും നടുവിലത്തേതിന് 6 മുഴവും മുകളിലത്തേതിന് 7 മുഴവും വീതിയുണ്ടായിരുന്നു. തുലാങ്ങൾ ദേവാലയ ഭിത്തിയിൽ തുളച്ചു കടക്കാതിരിക്കാൻ ആലയത്തിനു പുറമെ ഭിത്തികളിൽ ഗളം നിർമ്മിച്ച് അവ ഘടിപ്പിച്ചു. നേരത്തെ ചെത്തിമിനുക്കിയ കല്ലുകളായിരുന്നതുകൊണ്ട് പണി നടക്കുന്ന സമയത്ത് മഴുവിൻ്റെയോ ചുറ്റികയുടെയോ മറ്റ് ഇരുമ്പായുധങ്ങളുടെയോ ശബ്ദം ദേവാലയത്തിൽ കേട്ടിരുന്നില്ല. താഴത്തെ നിലയുടെ വാതിൽ ദേവാലയത്തിൻ്റെ തെക്കുവശത്തായിരുന്നു. ഗോവണിയിലൂടെ നടുവിലത്തെ നിലയിലേക്കും അവിടെ നിന്ന് 3-ാമത്തേതിലേക്കും മാർഗമുണ്ടായിരുന്നു. ഇങ്ങനെ അവൻ ദേവാലയം പണിതീർത്തു. ദേവദാരുവിൻ്റെ പലകയും തുലാങ്ങളും കൊണ്ടാണ് മച്ചുണ്ടാക്കിയത്. തട്ടുകൾ പണിയിച്ചത് ആലയത്തിനു ചുറ്റും 5 മുഴം ഉയരത്തിലാണ്. ദേവദാരു തടി കൊണ്ട് അവ ആലയവുമായി ബന്ധിപ്പിച്ചു. സോളമന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ. എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിൻ്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. സോളമൻ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കി. അവൻ ദേവാലയ ഭിത്തികളുടെ ഉൾവശം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് പൊതിഞ്ഞു. തറയിൽ സരളമര പലകകളും നിരത്തി. ദേവാലയത്തിൻ്റെ പിൻഭാഗത്തെ 20 മുഴം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് വേർതിരിച്ചു. അങ്ങനെയാണ് അതിവിശുദ്ധമായ ശ്രീകോവിൽ നിർമ്മിച്ചത്. ശ്രീകോവിലിൻ്റെ മുൻപിലുള്ള ദേവാലയ ഭാഗത്തിന് 40 മുഴമായിരുന്നു നീളം. ഫലങ്ങളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിയ ദേവദാരു പലക കൊണ്ട് ആലയത്തിൻ്റെ ഉൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു. എല്ലായിടത്തും ദേവദാരു പലകകൾ. കല്ല് തെല്ലും ദൃശ്യമായിരുന്നില്ല. കർത്താവിൻ്റെ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി. അതിന് 20 മുഴം വീതം നീളവും വീതിയും ഉയരവും ഉണ്ടായിരുന്നു. അവൻ അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. ദേവദാരു കൊണ്ട് ബലിപീഠവും നിർമ്മിച്ചു. ദേവാലയത്തിൻ്റെ ഉൾവശം തങ്കം കൊണ്ട് പൊതിഞ്ഞ് ശ്രീകോവിലിൻ്റെ മുൻവശത്ത് കുറുകെ സ്വർണ്ണച്ചങ്ങലകൾ ബന്ധിച്ചു. അവിടവും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ദേവാലയം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ശ്രീകോവിലിലെ ബലിപീഠവും അവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. 10 മുഴം ഉയരമുള്ള 2 കെരൂബുകളെ ഒലിവുതടി കൊണ്ട് നിർമ്മിച്ച് അവൻ ശ്രീകോവിലിൽ സ്ഥാപിച്ചു. കെരൂബിൻ്റെ ഇരുചിറകുകൾക്കും 5 മുഴം നീളമുണ്ടായിരുന്നു. ഒരു ചിറകിൻ്റെ അറ്റം മുതൽ മറ്റേ ചിറകിൻ്റെ അറ്റം വരെ ആകെ 10 മുഴം. 2-ാമത്തെ കെരൂബിനും 10 മുഴം. 2 കെരൂബുകളുടെയും വലിപ്പവും രൂപവും ഒന്നുപോലെ തന്നെ. ഒരു കെരൂബിൻ്റെ ഉയരം 10 മുഴം, മറ്റേതും അങ്ങനെ തന്നെ. സോളമൻ കെരൂബുകളെ ശ്രീകോവിലിൽ സ്ഥാപിച്ചു. ഒരു കെരൂബിൻ്റെ ചിറക് ഒരു ചുമരിലും മറ്റേ കെരൂബിൻ്റെ ചിറക് മറുചുമരിലും തൊട്ടിരിക്കത്തക്ക വിധം ചിറകുകൾ വിടർത്തിയാണ് സ്ഥാപിച്ചത്. മറ്റു 2 ചിറകുകൾ മധ്യത്തിൽ പരസ്പരം തൊട്ടിരുന്നു. അവൻ കെരൂബുകളെ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അകത്തും പുറത്തുമുള്ള മുറികളുടെ ഭിത്തികളിൽ കെരൂബുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിവച്ചിരുന്നു. അവയുടെ തറയിൽ സ്വർണം പതിച്ചിരുന്നു.
ശ്രീകോവിലിൻ്റെ കതകുകൾ ഒലിവ് തടി കൊണ്ട് നിർമ്മിച്ചു. മേൽപ്പടിയും കട്ടിളക്കാലുകളും ചേർന്ന് ഒരു പഞ്ചഭുജമായി. ഒലിവ് തടിയിൽ തീർത്ത ഇരു കതകുകളിലും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പങ്ങൾ എന്നിവ കൊത്തി എല്ലാം സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ദേവാലയത്തിൻ്റെ കവാടത്തിൽ ഒലിവ് തടി കൊണ്ട് ചതുരത്തിൽ കട്ടിളയുണ്ടാക്കി. അതിൻ്റെ കതക് രണ്ടും സരളമരം കൊണ്ട് നിർമ്മിച്ചു. ഓരോന്നിനും ഈ 2 മടക്കുപാളിയുണ്ടായിരുന്നു. അവൻ അവയിൽ കെരൂബുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിച്ചു. അവയും കൊത്തുപണികളും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അകത്തെ അങ്കണം ചെത്തിമിനുക്കിയ 3 നിര കല്ലും 1 നിര ദേവദാരു തടിയും കൊണ്ട് നിർമ്മിച്ചു. 4-ാം വർഷം സീവ് മാസത്തിലാണ് ദേവാലയത്തിന് അടിസ്ഥാനമിട്ടത്. 11-ാം വർഷം 8-ാം മാസം, അതായത് ബൂൽ മാസം, ദേവാലയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും യഥാവിധി പൂർത്തിയായി. അങ്ങനെ ദേവാലയ നിർമ്മാണത്തിന് 7 വർഷം വേണ്ടി വന്നു. കർത്താവിൻ്റെ വചനം.